ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് വ്ളോഗാണ് ചെയ്യുന്നത്, ഡേ ടു ഡേ. അയ്യോ, ലേറ്റ് ഇട്ടിട്ടെ. ആദ്യം തന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മളൊരു ചെറിയൊരു ചെടി അവിടെ ഉണ്ട്. അതിന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന ചെടിയായിരിക്കും, ലക്കി ബാമ്പു എന്നാണ് പറയാം. ഇതുവരെ നമുക്കൊരു ലക്കിയൊന്നും വന്നില്ല, എന്നാലും നമ്മളിങ്ങനെ വെള്ളയിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും വന്നാലോ ഒരു ലക്കി. പിന്നെ ഈ കാണുന്ന കാറ്, ഇത് നമ്മളെ അംദുവിൻ്റെ കാറാണ്. പക്ഷെ ഇപ്പം അത് അംദു അല്ല യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്ന ഒരാളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അംദാൻ. ഫുൾ ടൈം ഫോണിലാണ് ഗെയിം. സത്യം പറഞ്ഞാൽ ഈ ഗെയിം എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല, വെറുതെ കുത്തിക്കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഇത് മാറ്റാൻ കുറേ നോക്കി, പറ്റുന്നില്ല. ഇത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് ചിരിയെല്ലാം കണ്ടത്. ഭയങ്കര നാണക്കാരനാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി പോയി. പിന്നെ ഇത് നമ്മളെ അഫു, ഈ മൂപ്പറും നോമ്പെടുത്തോണ്ട് ഇത് തന്നെ ഗെയിമിൽ തന്നെ. പിള്ളേരൊക്കെ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ഗെയിമിൽ തന്നെ ഇരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ കഴിയുന്നില്ല. ഇത് നമ്മളെ അജു, മൂപ്പറും വേറെ ഫോണെടുത്ത് ഭയങ്കര ഗെയിമിലാണ്. ഇവരൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു കാറിൻ്റെ വീഡിയോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ മുകളിൽ കൊടുക്കാം. എല്ലാവരും അത് കണ്ട് കമൻറ്റ് ചെയ്യണം. മൂപ്പർ ഫോൺ പിടിച്ചാട്ടൊന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു കാല് പൊക്കി ഇന്ന് ഗെയിം കളിക്കുക. ഇത് നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇപ്പം യൂസ് ചെയ്യുന്ന ആൾ, അതാണ് ഇവർ. നല്ല ഉറക്കത്തിലാണ്. ഇതാണ് നമ്മളെ ബേബിക്കുട്ടി. ചെറിയ എൻ്റെ ഒരു കലാപരിപാടിയാണ്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുത്തിക്കുറിച്ച്, പിന്നെ ചിത്രം വരച്ചും കുത്തിക്കുറിച്ചിരിക്കുകയാണ്. ഈ ബുക്ക് കിട്ടാൻ കുറേ പാടുപെട്ടു, കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാനില്ല. ഈ ബുക്ക് എന്നത് ആരിസ്കയാണ്. അതുകൊണ്ട് ആരിസ്കക്ക് വളരെ താങ്ക്സ്. ബുക്ക് ഉണ്ടോണ്ട് ഇപ്പോൾ കുറേ സമയം പോകുന്നുണ്ട്. ഇങ്ങനെ കുത്തി വരന്നെ ഇടൽ തന്നെ പണി. എന്നാൽ നമുക്കൊന്ന് അടുക്കളയിലൊന്ന് പോയേക്കാം. ഇവിടെ അമ്മായി ഭയങ്കര ഇറച്ചിക്കറി ഉണ്ടാക്കലിലുള്ള തിരക്കിലാണ്. ഇത്രയും പുട്ടും ബീഫ് കറി ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമാണ് പുട്ട് ഇഷ്ടമുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യുക. എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഹസ്ബൻഡിന് പുട്ട് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് കുറേ നാളായി എന്നോട് പറയുന്നു ബീഫും പുട്ടാക്കി തരാം. അതിനു വേണ്ടി ബീഫ് കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മായി. അമ്മായിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫ് കറിൻ്റെ അതേ ടേസ്റ്റാണ്. വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ടാണ് കറി ഉണ്ടാക്കൽ. അമ്മായി അതിൻ്റെ തിരക്കിലാണ്, കറി ഉണ്ടാക്കുന്ന തിരക്കിൽ. നോമ്പായതുകൊണ്ട് ഉച്ചയാകുമ്പോഴാണ് കറിയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുക. ഓരോ പൊടികളായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മായി. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കറിയും പുട്ടും ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ബേബി എണീച്ചത്. ബേബിക്ക് എണീക്കുമ്പോൾ ഉള്ള ആദ്യ കരച്ചിലാണ്. ആരെങ്കിലും അടുത്ത് വേണം. ലാപ്ടോപ്പ് തുറന്നതിനെ പിന്നെ അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, ഇങ്ങനെ കുത്തി കളിക്കാൻ. ഇങ്ങനെ കുത്തി ഓരോന്ന് നോക്കും. ഫുള്ള് കള്ളക്കളിയിലാണ് ഇങ്ങനെ നിൽക്കുക. ഇപ്പം ഇങ്ങനെ നോക്കിയെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ടോ. തക്കം കിട്ടിയ മൂപ്പർ കീബോർഡ് നിൽക്കും. കീബോർഡ് കിട്ടാതിട്ടാണ് അവിടെ പുറത്ത് ഇങ്ങനെ നെക്കി കളിക്കുന്നത്. നമുക്കൊന്ന് അടുക്കളയിൽ പോകാം. അതാ ഇറച്ചിക്കറി ഏകദേശം അത് റെഡിയായി. അതങ്ങനെ അടിച്ചു വെച്ചു. അതടിച്ചു വെച്ച് വിസിലും അതിലിട്ടു. 2 വിസിലോളം ഇത് വേവില്ലാത്ത ഇറച്ചിയായതുകൊണ്ട് 2 വിസിലോളം മതിയാവും.
അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കസ്കസ് എടുത്തു ഞാൻ വെള്ളത്തിൽ പോർത്തി. ഇതെന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അയ്യോ, അപ്പോഴാണ് വെള്ളം തീർന്നു പോയല്ലോ. വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മളെ മൂപ്പർക്ക് എല്ലാ ജോലി ഒറ്റയ്ക്ക് ചെയ്യണം. മൂപ്പർ ഒറ്റയ്ക്ക് എന്നെ എടുത്തിട്ട് വരികയാണ്. ആരും സമ്മതിക്കില്ല. ഒറ്റയ്ക്ക് തന്നെ മൂപ്പർക്ക് ഫസ്റ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മൂപ്പർ തുടങ്ങി പരിപാടി. മൂപ്പർ തന്നെ എല്ലാ സെറ്റിങ്സ് ചെയ്യണം. അപ്പോൾ അതാ അജുവും വന്ന്. ഇനിയിപ്പോൾ രണ്ടാളും കൂടി ചെയ്യലാണ് പണി. ഈ കാണുന്ന സാധനം നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്. വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇലക്ട്രോണിക് ഐറ്റമാണ്. ഇതാ നമ്മളെ കസ്കസ് അങ്ങനെ റെഡിയായി. നല്ലോണം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ബേബിക്ക് വിശക്കാൻ തുടങ്ങി. തിന്നിക്കാൻ ഭയങ്കര പണിയാണ്. ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. റമദാൻ ബേബിക്ക് നോമ്പില്ലല്ലോ. ബേബിക്കും നമ്മൾ അംദുവിനും നോമ്പില്ല. ബാക്കി 2 പേർക്കും നോമ്പുണ്ട്. ഇതാ മൂപ്പർ ഇതിങ്ങനെ തിന്നുക അവിടെ ഇരുന്നിട്ട്. വീഡിയോ കണ്ടുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ നോക്കിയിരിക്കുക. മൂപ്പർ ഉണ്ടോണ്ട് നല്ല സമയം പോകുന്നുണ്ട്. ലോക്ക്ഡൗൺ ആയാലും മൂപ്പറെ കളിയെല്ലാം കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ തിന്നാനെല്ലാം ചിരിച്ചുകൊണ്ടും മയക്കിയിട്ടില്ലാണ് ഇരിക്കുക. അയ്യോ, വീണു പോയല്ലോ. ഈ റെസിപ്പി ഞാൻ വേറൊരു ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം. ഇത് വലിയ വ്ളോഗായതുകൊണ്ട് ഞാൻ ചെറുതായി ചുരുക്കിയതാണ്. തീറ്റിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. ഓടിയിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അങ്ങോ ഇങ്ങോ ഓടി മോളതായ കളിയിലും ഇതാക്കിയാലേ തിന്നുള്ളൂ. അടുത്ത നമ്മൾ അന്തു വന്നു. മൂപ്പറാണെങ്കിൽ ഫുൾ ടൈം ഫോണിലും. ഭയങ്കര നാണക്കാരനാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതാണെന്നുകൊണ്ടാണ് ഒളിച്ചു നിന്നത്. അങ്ങനെ നമ്മളുടെ റമദാൻ സ്പെഷ്യലാക്കാൻ വേണ്ടി ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുകയാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നുണ്ടാൽ ഇവർക്ക് അപ്പം വേണം. ക്യാരറ്റ് വെറുതെ പല്ലൊന്നുമില്ല, നല്ല വെറുതെ ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കും. ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി വെക്കും. കുറച്ച് തന്നെ ആ ക്യാരറ്റ് എടുത്ത് കളയും. വെറുതെ ഇങ്ങനെ വായിലിട്ട് കളിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വായിലേക്ക് കൊടുക്കും എന്നാന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ ഞാൻ ഈ റെസിപ്പി ഇട്ട് തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ റെസിപ്പി ഇട്ട് തരാം. ഇത് ഒരു പുതിയ ഐറ്റമാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ റെസിപ്പി എന്തായാലും ഇടാം. ഡേ ടു ഡേ വ്ളോഗായതുകൊണ്ട് ഞാൻ വീഡിയോ വളരെ ചുരുക്കിയാണ് എടുത്തത്. ഇതൊരു എഗ്ഗ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈമായി. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാൻ സമയമായി. ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ ആപ്പിൾ ഉണ്ട്, അനാറുണ്ട്, മുന്തിരി ഉണ്ട്, ബനാന ഉണ്ട്.
എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഹെവി ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കസ്കസ് ഇട്ട്, കാരണം വയറിന് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളധികം നോമ്പ് തുറന്നപാട് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ. അത് ചെവി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവില്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ നമ്മളെ നാരങ്ങ ഇല്ലാത്ത എന്ത് റമദാനല്ലേ. നാരങ്ങ വെള്ളമാക്കാൻ വേണ്ടി നമ്മൾ ജാറിലേക്ക് നാരങ്ങയിലിട്ട് നാരങ്ങ വെള്ളം റെഡിയായി. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചു. ഇതിലേക്കാണ് നമ്മളെ നേരത്തെ വെച്ചിരുന്ന കസ്കസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈമായി. നോമ്പ് തുറക്കാനും ഫുഡ് വെച്ചാലും അപ്പം ഇരിക്കും. ആദ്യം പ്ലേറ്റ് വെച്ച ഇരിക്കുന്ന നമ്മളെ ബേബിയാണ്. മൂപ്പർക്ക് ഫസ്റ്റ് ഇരുന്ന് മൂപ്പർക്കൊരു പ്ലേറ്റ് കൊടുക്കണം, എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ. മൂപ്പർ അങ്ങനെ വെയിറ്റ് ചെയ്യാം. ബാക്കി രണ്ടാൾക്കും നോമ്പുണ്ട്. അങ്ങനെ ഈത്തപ്പഴം കാരക്കയും എല്ലാം വെച്ചു. മൂന്നാളും ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. മൂപ്പർക്കൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ ടൈമായി. ഇതെല്ലാം സെറ്റാക്കിയാണ്. മൂപ്പറുടെ പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസ്. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കടികൾ കഴിക്കാറുള്ളൂ. ഇതാണ് നേരത്തെ നമ്മൾ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഐറ്റം. എല്ലാവർക്കും അറിയാം. ചില ആൾ കുംസ് എന്ന് പറയും, ചില ആൾ ക്യാരറ്റ് കേക്ക് എന്ന് പറയും. തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും റമദാൻ കരീം.